ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അന്ന് അവൻ ഫ്രോഡാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം നീ ഉപേക്ഷിച്ചതല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു ഞാനെല്ലാം ഉപേക്ഷിച്ചെന്ന് എന്ന് സ്നേഹ ചോദിക്കുന്നു. നിങ്ങൾക്ക് അവൻ ഫ്രോഡായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ലെന്ന് സ്നേഹ പറയുമ്പോൾ അനഘ ചോദിക്കുകയാണ്, സ്നേഹെ നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? എന്നെ സ്നേഹിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും അവൻ ഒരു കുറവും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ ഫ്രോഡായിട്ട് തോന്നുന്നില്ല. അവൻ കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ കോടതിയിൽ തെളിഞ്ഞോളും. നിങ്ങളാരും അതൊന്നും നോക്കണ്ട. അവൻ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ വിവാഹം നടത്തി തന്നാൽ മാത്രം മതിയെന്ന് സ്നേഹ പറയുമ്പോൾ സേതു ദേഷ്യത്തോടെ പറയുകയാണ്, മതി നിർത്ത്. ജയിലിലേക്ക് പോകാൻ നീ അനുവാദം ചോദിച്ചു വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. എന്നിട്ടും എന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ടാണ് നീ പോയത്. അതിന്റെ അർത്ഥം എന്റെ വാക്കിന് വിലയില്ലെന്നല്ലേ? എന്റെ മക്കൾ എന്നെ അനുസരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്ന് സേതു പറയുമ്പോൾ അച്ഛന്റെ മകളല്ലേ അച്ഛാ ഞാനും, എനിക്കും അങ്ങനെ നിർബന്ധമുണ്ടെന്ന് സ്നേഹയും പറയുന്നു. തുടർന്ന് അർച്ചനയുടെ അടുത്തേക്ക് വന്ന് സ്നേഹ പറയുകയാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി നിങ്ങൾ മാത്രമാണ്. ഇപ്പോഴും നിങ്ങൾ തന്നെയല്ലേ അച്ഛനെ വിളിച്ചെല്ലാം പറഞ്ഞത്? അതിന് അർച്ചന ഒരു തെറ്റും ചെയ്തിട്ടില്ല സ്നേഹേ. ഞാനാണ് അച്ഛനെ വിളിച്ചു പറഞ്ഞത്. അർച്ചന എന്നോട് പറയണ്ടെന്നാ പറഞ്ഞതെന്ന് സച്ചി പറയുന്നു. നിങ്ങൾ എന്നെ തല്ലിയാലും കൊന്നാലും വേണ്ടില്ല, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ധനുഷിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് സ്നേഹ പറയുന്നു. അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ സ്നേഹ അകത്തേക്ക് പോകുമ്പോൾ അനഘ പറയുകയാണ്, അത് പിന്നെ അങ്കിൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. വിവാഹ മണ്ഡപം വരെ ചെന്നിട്ട് വിവാഹം മുടങ്ങുമ്പോൾ നമുക്കാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരിക്കും. ഞാനും അതിലൂടെ തന്നെയല്ലേ കടന്നുപോയത്. എല്ലാം ശരിയാകും അങ്കിള്, സമാധാനത്തോടെ ഇരിക്കാൻ അനഘ പറയുമ്പോൾ അർച്ചനയും അത് തന്നെ പറയുന്നു. സ്നേഹയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നതാകും നല്ലതെന്ന് പറഞ്ഞ് അനഘയും മുറിയിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ കുളിപ്പിച്ചൊരുക്കുന്ന ആതിരയാണ്. അതേസമയം ശിവരാമൻ ആതിരയുടെ അടുത്തേക്ക് വരുന്നു. കുഞ്ഞിനെ അർച്ചന കുഞ്ഞ് തിരക്കുന്നുണ്ടായിരുന്നെന്ന് ശിവരാമൻ പറയുമ്പോൾ കുഞ്ഞിനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ആതിര അർച്ചനയുടെ അടുത്തേക്ക് പോകുന്നു. തുടർന്ന് ശിവരാമൻ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കണ്ടുകൊണ്ട് അർച്ചനയും ആതിരയും അങ്ങോട്ടേക്ക് വരുന്നു. തുടർന്ന് ശിവരാമനെ ലിസ്റ്റ് ഏൽപ്പിക്കുമ്പോൾ ശിവരാമൻ അവിടെ നിന്ന് പോവുകയാണ്. കുഞ്ഞിനെ കണ്ണെഴുതിക്കാനായി ആതിര മടിയിലേക്ക് കിടത്തുമ്പോൾ ഞാൻ കണ്ണെഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കുഞ്ഞിനെ വാങ്ങുന്നു. ഇത് കാണുന്ന ആതിര ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. കുഞ്ഞിന് നീ പേര് വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ഇട്ടോളാമെന്ന് ആതിര പറയുന്നു. പിന്നെ അതിനെ നാളെ കഴിഞ്ഞാൽ കുഞ്ഞിന് വാക്സിനേഷൻ ഉണ്ട്, ഫയലെല്ലാം എടുത്തു വെക്കണമെന്ന് അർച്ചന പറയുമ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് ആതിര പറയുന്നു. ദേ ആതിരെ, കുഞ്ഞിന്റെ കാര്യത്തിലൊന്നും നിനക്ക് ശ്രദ്ധ തീരെ പോരെന്ന് അർച്ചന പറയുമ്പോൾ അതിന് ചേച്ചി ഒന്ന് താഴെ വെച്ചാലല്ലേ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് ആതിര പറയുന്നു. തുടർന്ന് കുഞ്ഞിനെ ആതിരയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അർച്ചന തുണി കഴുകാനായി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്നേഹയാണ്. മുറിയിലിരുന്ന് മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയായിരുന്നു സ്നേഹ. അതേസമയം അവന്തിക മുറിയിലേക്ക് വരികയാണ്. നീ ധനുഷിനെ കാണാൻ പോയതിന് ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടത് എനിക്കാണ്. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തെന്നാ എല്ലാവരും പറയുന്നത്. എത്രയും പെട്ടെന്ന് നിന്നെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് അർച്ചന പറയുന്നത് ഞാൻ കേട്ടിരുന്നു. നിന്നെ പെണ്ണ് കാണാനായി ഉടൻ തന്നെ ആരെങ്കിലും വരുമെന്നും അവന്തിക പറയുന്നു. എന്താണെങ്കിലും സ്നേഹയ്ക്കിനി മറ്റൊരു വിവാഹമില്ല എന്ന് സ്നേഹ പറയുമ്പോൾ നീ ഇനി എന്തു ചെയ്യാൻ പോവുകയാണെന്ന് അവന്തിക ചോദിക്കുന്നു. അതൊക്കെ ഏട്ടത്തി വഴിയെ കണ്ടാ മതി. അല്ല, നീ ധനുഷിനെ കാണാൻ പോയിട്ട് ധനുഷ് എന്തു പറഞ്ഞെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്നാ പറഞ്ഞത്. എല്ലാവരോടും വിവാഹത്തിന്റെ കാര്യം സംസാരിക്കാമെന്നും പറഞ്ഞു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ സ്നേഹയെ നോക്കുകയാണ്. ധനുഷ് ഒരു അനാഥനല്ലേ മോളെ, അതുകൊണ്ട് തന്നെ ആരും സമ്മതിക്കില്ലെന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, ധനുഷിന് ഞാനുണ്ടല്ലോ. പോരാത്തതിന് അച്ഛന്റെ സ്ഥാനത്ത് നമ്മുടെ അച്ഛനുമുണ്ട്. ഞങ്ങൾ രണ്ടിന്റെയും അമ്മയുടെ സ്ഥാനത്ത് അവന്തികേട്ടത്തെയും ഉണ്ടല്ലോ. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, അതൊന്നും പറ്റില്ല. അതെന്താണെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ അർച്ചന സമ്മതിക്കില്ലെന്ന് അവന്തിക പറയുന്നു. ഇനി അഥവാ ആരും നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ, ധനുഷിനെ വിശ്വസിച്ചില്ലെങ്കിൽ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവന്തിക ചോദിക്കുന്നു. ഞാൻ മാക്സിമം ഇവരെ എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ ഞാൻ അവനോടൊപ്പം ഇറങ്ങിപ്പോകും. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ സ്നേഹയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിന്റെ തുണികൾ കഴുകി വിരിച്ചുകൊണ്ടിരിക്കുന്ന അനഘയും അർച്ചനയുമാണ്. എന്താണെങ്കിലും ആതിരയ്ക്ക് സുഖം തന്നെയാണെന്ന് അനഘ പറയുന്നു. നീയും എല്ലാം കണ്ടുപിടിച്ചോ, വൈകാതെ നിനക്കും എല്ലാത്തിൻ്റെയും ആവശ്യം വരുമല്ലോ എന്ന് അർച്ചന പറയുന്നു. അതെ, അത് ശരിയാ. ഒരു ചായ പോലും ഇടാൻ അറിയാത്ത എനിക്കിപ്പോ ചായ മാത്രമല്ല ചോറും കറികളും വരെ വെക്കാൻ അറിയാമെന്ന് അനഘ പറയുന്നു. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ സച്ചിയേട്ടൻ്റെയും സന്ദീപിന്റെയും കുഞ്ഞുങ്ങളും എല്ലാരും കൂടി നല്ല രസമായിരിക്കുമെന്ന് അനഘ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി. പെട്ടെന്ന് കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുമ്പോൾ അർച്ചന അകത്തേക്ക് പോകുന്നു. അതേസമയം അനഘ സച്ചിയെ കാണുകയാണ്. അതെ സച്ചിയേട്ടാ,
അമ്മയാകാൻ അർച്ചൻ്റെ അടുത്ത് റെഡിയായി ഇരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അനഘ അകത്തേക്ക് പോകുമ്പോൾ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.